അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തീർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. എൻ്റെ പേര് ജെയിംസ്, ചന്ദ്രനഗർ ഇടവയിൽ നിന്ന് വരുന്നു. സെൻട്രൽ ഗവൺമെൻറ് പബ്ലിക് സെക്ടറിൽ നിന്ന് റിട്ടയർഡ് ആയിട്ടുള്ള ഒരു എംപ്ലോയി ആണ്. അപ്പോൾ PF-ൻ്റെ ഒരു പെൻഷനുണ്ട്. അത് എല്ലാവരും പേപ്പറിലൊക്കെ വായിച്ചിട്ടുണ്ടാവും. സുപ്രീം കോടതി പിന്നെ കേസൊക്കെയുള്ളൊരു ഇത് പെൻഷൻ പെൻഡിങ് കിടക്കുന്നത്. അതിപ്പോൾ ഞങ്ങൾക്ക് എംപ്ലോയർ പാർട്ടായിട്ടുള്ള കിട്ടിയ പൈസ മുഴുവൻ തിരിച്ചടയ്ക്കണം, പലിശ അടക്കം. അപ്പോൾ എൻ്റെ ഡിമാൻഡ് നോട്ടീസ് ഞാൻ പലപ്പോഴും നോക്കി, എനിക്ക് സൈറ്റ് ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല. ഒരു ഗവൺമെൻറ് സൈറ്റാണ്, എപ്പോഴും എറർ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാവും. കഴിഞ്ഞ ആഴ്ച മുഴുവൻ ഇവിടെ ശുശ്രൂഷയിൽ പങ്കെടുത്തു. അപ്പോൾ ഇന്നലെ രാത്രിയിൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പിന്നെ വീട്ടിൽ പോയിട്ട് അത് നോക്കിയപ്പോൾ പെട്ടെന്ന് ഓപ്പൺ ചെയ്തില്ല. പിന്നെ ഞാൻ പാസ്വേഡ് ചേഞ്ച് ചെയ്തു. പിന്നെ നോക്കിയിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ഒരു 5-6 പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കി. കാരണം വലിയൊരു പ്രൊസീജിയറാണ്. ആധാർ നമ്പർ, അത് OTP, ഇങ്ങനെ പല കാര്യങ്ങൾ ചെയ്യാണ്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ആ സമയത്ത് എന്നെ വിളിച്ചു. അവൻ 6 മാസം മുന്നേ റിട്ടയർഡാണ്. പുള്ളി ഓൾറെഡി ഓപ്പൺ ചെയ്ത് പുള്ളി എല്ലാ പൈസയൊക്കെ തിരിച്ചടച്ചു. അപ്പോൾ എനിക്ക് വേണ്ടി പുള്ളിയുടെ IT കമ്പനി ജോലി ചെയ്യുന്ന ട്രിവാൻഡ്രത്തുള്ള മകനെ വിളിച്ചു പറഞ്ഞു. വീട്ടിൽ തന്നെ ഒരു മകനുണ്ട് വേറെ ജോലി ചെയ്യുന്നത്. ഇവരെല്ലാം കൂടെ ഞാൻ പാസ്വേഡ് ഷെയർ ചെയ്തു. 11 മണി വരെ ട്രൈ ചെയ്തു, അന്നേരം കിട്ടിയില്ല. പിന്നെ പുള്ളി പറഞ്ഞു ഞാൻ അതിരാവിലെ ട്രൈ ചെയ്യാം. അപ്പോൾ ഇന്ന് രാവിലെ ഈ എല്ലാ ദിവസവും 3:30 എഴുന്നേറ്റ് ഈ മധ്യസ്ഥ പ്രാർത്ഥന ചെല്ലാറുണ്ട്, മറ്റ് പ്രാർത്ഥനകളൊക്കെ ചെല്ലാറുണ്ട്. അപ്പോൾ ഈ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി വിളിക്കണം എന്ന്. പക്ഷേ പ്രാർത്ഥനയിലും ഇത് ഫോൺ വന്നാലെല്ലാം വൈഫ് പറയാറുണ്ട് എടുക്കാറത്, പ്രാർത്ഥനയുടെ സമയത്ത് എടുക്കാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല, അങ്ങനെ റെസ്ട്രിക്ഷനായിട്ട് പറയാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. പ്രാർത്ഥനയുടെ സമയത്ത് ഫോൺ എടുക്കാൻ പാടില്ല. പ്രാർത്ഥന കർത്താവുമായിട്ടുള്ള ബന്ധമാണ്. ആ ബന്ധത്തിൻ്റെ ഇടയ്ക്ക് മനുഷ്യനായിട്ടുള്ള ഒരു ഫോൺ സംഭാഷണമോ നേരിട്ടുള്ള സംഭാഷണം ചെയ്യരുത്. ദൈവമായിട്ടുള്ള സമ്പർക്കമാണ്. അപ്പോൾ ഈ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ മനസ്സിൽ വിചാരിച്ച ആൾ എന്നെ വിളിച്ചിട്ട് പിന്നെ മെയിലിൽ അതിൻ്റെ ഫോർമാറ്റുകളും ഡോക്യുമെൻറ്റേഷനും മറ്റു കാര്യങ്ങളെല്ലാം PDF ആയിട്ട് എനിക്ക് അയച്ചു തന്നു. ഇനി മറ്റുള്ള കാര്യങ്ങൾ പ്രൊസീജിയർ ചെയ്യാറുണ്ട്. പക്ഷേ നമ്മൾ പ്രാർത്ഥിച്ചപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്യേണ്ട ജോലി എൻ്റെ ഫ്രണ്ടിന് ചെയ്ത് എനിക്ക് തന്നു. ആ സമയത്ത് ആ മനുഷ്യനോട് ദൈവം പറഞ്ഞിട്ടുണ്ട്, അല്ലേലിയാ, നമ്മൾ ഫോൺ വിളിക്കുകയാണെങ്കിൽ അവിടെ ഇടപെടില്ല, നമ്മൾ നേരിട്ട് സംസാരിക്കും. ദൈവം തന്നെ ആ മനുഷ്യന് അതിൻ്റെ മേൽ കൃപ കൊടുത്തു. അത് ഓപ്പൺ ചെയ്തു, ആ കാര്യം പരിഹരിച്ചു. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യന് ജെയിംസ് സാറിന് മെസ്സേജ് അയച്ചു കൊടുത്തു. അത് നമ്മൾ സ്ഥലത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് പരിശുദ്ധാത്മാവ് അപ്പുറത്ത് ചെന്നിട്ട് ആ വ്യക്തിയോട് ചെയ്യും. അതുകൊണ്ട് പ്രാർത്ഥനയുടെ സമയത്ത് നമ്മളൊരു സമ്പർക്കവും പാടില്ല, നമ്മൾ വർത്താനവും പാടില്ല. അത് കർത്താവുമായിട്ടുള്ള ഒരു ബന്ധമാണ്. ഇതിനു മുമ്പും ട്രാൻസ്ഫറിൻ്റെ സംബന്ധമായ കാര്യങ്ങൾക്കെല്ലാം ഈ പുസ്തകം മെയിൽ അയക്കുന്നതിന് മുമ്പ് ഈ പുസ്തകം ലാപ്ടോപ്പിൽ ടച്ച് ചെയ്തിട്ടാണ് അവസാനം മെയിൽ ചെയ്യാറ്. അതുപോലെ പുസ്തകം ശക്തമായിട്ടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയുടെ പുസ്തകമാണ്. നിങ്ങൾ എല്ലാ ദിവസവും 2 നേരവും ഈ പ്രാർത്ഥന ചെയ്യണമെന്ന് നിർബന്ധമായിട്ട് പറയുന്നു. ഇതിൽ പ്രധാനപ്പെട്ട പ്രാർത്ഥനകൾ മറ്റ് പുസ്തകങ്ങളിൽ സെലക്ട് ചെയ്തിട്ടുള്ളതാണ്. ഇത് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. ഇതിനു മുമ്പാണെങ്കിലും ജീവജലം എന്നുള്ള പത്രം ഇവിടെ നിന്ന് പിന്നെ ബസ്സുകളിലും അതുപോലെ ബസ് സ്റ്റാൻഡിൽ, കോയമ്പത്തൂർ ബസ് സ്റ്റാൻഡിലൊക്കെ കൊണ്ട് നടന്ന് കൊടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ ആ പത്രം കൊടുത്തു കഴിഞ്ഞാൽ ഈ ബസ് സ്റ്റാൻഡിലിട്ട് കൊന്നുകളയെന്ന് പറഞ്ഞു 2 പ്രാവശ്യം വന്ന് വേറൊരു പ്രസ്ഥാനത്തിൽപ്പെട്ട ആൾക്കാർ. എങ്കിലും ഞാൻ കൊടുത്തു. അന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളതാണ് മുന്നേ. എനിക്ക് എൻ്റെ 5 വർഷമായി മുടങ്ങിക്കിടന്ന എൻ്റെ പിന്നെ ട്രാൻസ്ഫർ പാലക്കാട് ഓഫീസിലേക്ക് കിട്ടി. അങ്ങനെ പാലക്കാട് ഓഫീസിൽ നിന്നാണ് എനിക്ക് പിന്നെ ഞാൻ റിട്ടയർ ചെയ്തത്. അതിനു വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തു തരുന്നു കമ്പനി. യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. ജീവിതത്തിൽ ഈശോ ഇടപെട്ട പല അനുഭവമുണ്ട്. കോവിഡ് കാലഘട്ടത്തിൽ തന്നെ കർത്താവ് ഈ ചേട്ടന് വേണ്ടി ട്രാൻസ്ഫർ കൊടുക്കാൻ പാടില്ലാത്ത സ്ഥലത്തേക്ക് കൊടുത്തതിന് നമ്മൾ ഈ മധ്യസ്ഥ പ്രാർത്ഥനയുള്ള പുസ്തകങ്ങൾ നിങ്ങൾ ഉപയോഗിക്കണം. പ്രത്യേകിച്ച് 3:30 എഴുന്നേറ്റ് നിങ്ങൾ പ്രാർത്ഥിക്കണം. അല്ലേ?